യു എയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുറച്ച് പേർക്ക് ഇപ്പോൾ ഇവിടെ പണി കിട്ടിയിട്ടുണ്ട്. അവരെ പൊക്കിയിട്ടുണ്ട്. അതായത് യു എ ഇ ഫെഡറൽ ഗവൺമെൻറ്, അതായത് യു എ ഇ സെൻട്രൽ ഗവൺമെൻറ് തന്നെ. ഈ രാജ്യത്ത്, അതായത് യു എ ഇയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് റെസ്പെക്റ്റ്, ടോളറൻസ്, കോ എക്സിസ്റ്റൻസ്. ഇത് മൂന്നും തെറ്റിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവരെ പൊക്കിയിരിക്കുന്നത് എന്ന് ഫെഡറൽ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനം. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല ആർക്കും. അതായത് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ കുടുംബത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊരാൾ വന്നിരിക്കുന്നത് അവനെ നന്നാക്കാനും അവൻ്റെ കുടുംബത്തിനെ നന്നാക്കാനും വേണ്ടിയിട്ടാണ്. ഇതുപോലെ പരസ്പര വിശ്വാസത്തോടു കൂടി രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നതിനാണ് കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ അവൻ്റെ ജാതി, അവൻ്റെ ഭാഷ, അവൻ്റെ മതം, അവൻ്റെ ഉത്സവങ്ങൾ അതിനവൻ ആഘോഷിച്ചോട്ടെ. അതിന് എനിക്കെന്താണ് സങ്കടമോ ദേഷ്യമോ ഒക്കെ അല്ലെങ്കിൽ വെറുപ്പോ ഒക്കെ വരുന്നത്? അതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അതിനെയും അക്സെപ്റ്റ് ചെയ്യുക. ഈ റെസ്പെക്റ്റ്, ടോളറൻസ്, കോ എക്സിസ്റ്റൻസ്, ഈ മൂന്ന് കാര്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിന് പോസ്റ്റ് ഇട്ടണമെന്നില്ല. കമൻറ്റോ ഷെയറോ ലൈക്കോ എന്തുമായിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റിച്ചതിൻ്റെ പേരിൽ കുറേ പേരെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. അല്ലാത്തവർ ഒന്ന് സൂക്ഷിക്കണം എന്നുകൂടി യു എ ഇ ഫെഡറൽ ഗവൺമെൻറ് ഒരു വാർണിംഗ് നൽകിയിട്ടുണ്ട്. യു എ ഇയിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വയലേഷൻസ് വരുത്തി കഴിഞ്ഞാലുള്ള ശിക്ഷ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? മില്യൺസ് വരെ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. ജയിൽ ശിക്ഷ തീർച്ചയായും ഉണ്ടാവും. പലപ്പോഴും ഇത്തരക്കാർക്ക് ഡീപ്പോർട്ടേഷൻ ഉണ്ടാവും, ലൈഫ് ബാനും ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഫോണാണ്, നമ്മുടെ വിരൽത്തുമ്പിലാണ്, മറ്റാരും അറിയില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളും പലയിടത്തും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇതെല്ലാം പല സ്ഥലങ്ങളിലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ശിക്ഷയുണ്ടാവും എന്നുള്ള കാര്യവും കൂടി ഓർമ്മ വേണം. അതുകൊണ്ട് പ്രത്യേകിച്ച് യു എയിൽ താമസിക്കുന്നവർ പരസ്പര ബഹുമാനത്തോടു കൂടി അവനവൻ്റെ ജോലി നോക്കി ജീവിക്കുക. അതായിരിക്കും അവരവർക്ക് ഏറ്റവും നല്ലത്.